സിമി അമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ ഞാൻ ഷാർജയിലെ ഹൗസ് ഓഫ് വിസ്ഡം കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാണുന്ന ഈന്തപ്പനകളെല്ലാം കാച്ചു നിൽക്കുന്നത്. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്കാർ അത് പറിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഈ ഹൗസ് ഓഫ് വിസ്ഡം ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്തായിട്ടാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് പോകേണ്ട ഹൗസ് ഓഫ് വിസ്ഡം. ഇതൊരു ലൈബ്രറിയാണ്. 2020 ഇത് സ്ഥാപിച്ചത്. നമ്മൾ കരുതും മെയിൻ റോഡിൻ്റെ വശത്തായിരിക്കും എൻട്രൻസ് എന്ന്. അല്ല, ഈ കാണുന്നതാണ് എൻട്രൻസ്. ഇനിയൊക്കെ ആയി കാണും ഞാൻ അവിടെ ചെല്ലുമ്പോൾ. ആ സമയത്ത് കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് വളരെ മനോഹരമായിരുന്നു അവിടുത്തെ ചുറ്റുവട്ടം. ഈ കാണുന്നതാണ് മെയിൻ റോഡിൽ നിന്നും നോക്കിയാൽ കാണുന്ന ഭാഗം. ഇവിടെയല്ല എൻട്രൻസ് വരുന്നത്. അതുപോലെ തന്നെ ചുറ്റുവട്ടത്തും ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. സന്ധ്യ മയങ്ങുന്ന ഈ നേരത്ത് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. വായനയിൽ നിന്നും മാറി ഒന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായി പുറത്തേക്ക് ഇറങ്ങി ഇരിക്കണമെന്നുള്ളവർക്ക് ഇരിക്കാനായി ഒരുപാട് ഇരിപ്പിടങ്ങളും അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാണ് ഒരു വശത്തെ പുറത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് അകത്തേക്കൊന്ന് പോയി നോക്കാം. അവിടുത്തെ എൻട്രൻസും കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇതാണ് എൻട്രൻസ്. നമുക്കുള്ളിലേക്ക് കയറാം. അതിവിശാലമായൊരു ഏരിയയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. കയറിയ ഉടനെ ലെഫ്റ്റ് സൈഡിൽ കണ്ടത് ആർട്ട് വർക്ക്ഷോപ്പായിരുന്നു. അവിടെ ഒരുപാട് സ്ത്രീകൾ ഇരുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാൻ പോയില്ല. ഈ കാണുന്നത് ഒരു കോഫി ഷോപ്പാണ്. ആ കോഫി ഷോപ്പിൻ്റെ വശത്തുകൂടി നടന്ന് ഞാൻ ചെന്ന് കയറിയത് ബുക്കുകളുടെ വലിയൊരു ലോകത്തേക്കായിരുന്നു. അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ എത്ര വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. എത്ര ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. എത്രമാത്രം ബുക്കുകൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. എത്രയോ ലക്ഷത്തോളം ബുക്കുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അൽ റഷീദ് ഹാൾ എന്ന് എഴുതിയിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കണ്ടിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റഡീസും മീറ്റിങ്ങും ഒക്കെ നടത്താൻ പറ്റിയൊരു ഏരിയയായി എനിക്ക് തോന്നി. ഈ കാണുന്നത് ഒരു ഓപ്പൺ കോർട്ട്യാർഡിന് ചുറ്റുമുള്ള മീറ്റിംഗ് ഏരിയാസ് ആണ്. ഓപ്പൺ കോർട്ട്യാർഡിൽ സ്ത്രീകൾ നിന്നതിനാൽ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയോ വീഡിയോ എടുക്കുകയോ ചെയ്തില്ല. മീറ്റിംഗ് റൂമുകൾക്കൊക്കെ തന്നെ നമ്പറുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കയറി വരുമ്പോഴുള്ള എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്കുള്ള ലിഫ്റ്റും സ്റ്റെപ്പും ഉള്ളത്. അവിടുന്ന് കയറി ചെന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇത്രയും നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവിടുന്ന് നമ്മൾ കയറി ചെല്ലുന്നത് ഇതുപോലൊരു ഏരിയയിലാണ്. അവിടെ ബുക്കുകളുടെ വലിയൊരു ശേഖരവും ചെറിയൊരു കോഫി ഷോപ്പും നമുക്ക് കാണാവുന്നതാണ്. അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ചിൽഡ്രൻസ് റീഡിംഗ് ഏരിയയും അതുപോലെ ചെറിയൊരു ബുക്ക് ഷോപ്പും നമുക്ക് കാണാം. ഈ ഒരു ഏരിയയിൽ ഇരുന്നിട്ട് സ്വസ്ഥമായി നമുക്ക് ബുക്ക് എടുത്ത് വായിക്കാവുന്നതാണ്. അതും വളരെ നന്നായി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. മുകളിൽ എല്ലാത്തിനും വിശാലമായ ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ഗ്ലാസുകൾക്കുള്ളിലെ ഈ മീറ്റിംഗ് ഏരിയാസും. മുകളിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന ഈ വ്യൂവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ വൈഫൈ ഫ്രീ ആണ്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലായിടത്തും ബുക്കുകൾ വായിച്ചതിന് ശേഷം തിരിച്ചു വയ്ക്കാനുള്ള ബുക്ക് റിട്ടേൺ സ്റ്റേഷനും ഉണ്ടായിരുന്നു. ഈ ലൈബ്രറിയിൽ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ സൈലൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. വായിക്കുന്നതിന് വേണ്ടി ഓരോരുത്തർക്കും പ്രത്യേകം ഏരിയകൾ തന്നെ ആക്കിയിട്ടുണ്ട്. അതുപോലെ മീറ്റിംഗ് ഏരിയകളും പലയിടങ്ങളിലായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഏരിയയാണ്. അവിടെ സ്ത്രീകൾ ഉള്ളതിനാൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല. അതുപോലെ പുരുഷന്മാർക്കും പ്രത്യേകം ഏരിയകൾ ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും ഒരുപാട് പേർ മീറ്റിങ്ങും വായനയുമായിട്ട് ഇരുന്നതിനാൽ ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല. അവിടെ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങി കോഫി ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഞാൻ ചെന്നത്. പുറത്തുനിന്നും 2 ദിർഹംസിൽ കൂടുതൽ കൊടുത്ത് ചായയോ കോഫിയോ കുടിക്കാത്ത നമുക്ക് ഇവിടുത്തെ ചായക്കും കോഫിക്കും റേറ്റ് കൂടുതലായി തോന്നും. അതുപോലെ ഇറങ്ങി വരുമ്പോൾ കണ്ട ഈ വ്യൂവും നല്ല രസമായി തോന്നി. ആ കോഫി ഷോപ്പിൻ്റെ എതിർവശത്തായിട്ടാണ് ചെറിയൊരു ബുക്ക് സ്റ്റോളും കുട്ടികളുടെ റീഡിംഗ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെ വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ പ്രവൃത്തി സമയം. സാധാരണ ദിവസങ്ങളിൽ 7 മുതൽ 11 വരെയും ഫ്രൈഡേ സാറ്റർഡേ 7 മുതൽ 12 വരെയുമാണ് സമയം. എത്ര നേരം വേണമെങ്കിലും വായനയ്ക്കോ മീറ്റിങ്ങിനോ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വൈഫൈയും ഫ്രീ ആണ്. അവിടുന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് മറ്റൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയും ചെറിയൊരു അരുവി പോലെയും എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ മനോഹരമായി തോന്നി. പ്രത്യേകിച്ച് അവിടുത്തെ കാറ്റ് വളരെ ശാന്തമായ നല്ലൊരു കാറ്റായിരുന്നു അവിടെ. ഈ കുഞ്ഞരുവിയിൽ കുറച്ച് ഇലകൾ കിടക്കുന്നതൊഴിച്ചാൽ മറ്റൊരിടത്തും ഒരു പേപ്പർ കഷ്ണം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അത്രയും നീറ്റായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. പുറത്തു നിന്നും ഞാൻ കയറി ചെല്ലുമ്പോഴേക്കും ആർട്ട് വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞിരുന്നു.
ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഫ്രീ ആയിട്ടാണ് ഷാർജ ഭരണാധികാരി ജനങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി. അത്രയ്ക്കും വൃത്തിയിലും വെടുപ്പിലും അടുക്കും ചിട്ടയോടും കൂടിയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അധികാരത്തിൽ ഇരുന്നു കൊണ്ട് കോടികൾ വെട്ടിക്കുകയും കോടികൾ മുടക്കി പ്രതിമകളും കാലിത്തൊഴുത്തും നിർമ്മിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇതായിരുന്നു പുറത്തെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്ക് ബൈ.